അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ കണ്ണിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണുനീർ. ചുടുകണ്ണീർ അമ്മയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണത് വൈലോപ്പിള്ളി വല്ലാതെ വരച്ചു കാട്ടിയിട്ടുണ്ട്. മലയാളിക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു കവിതയാണ് മാമ്പഴം. മാമ്പഴത്തെക്കുറിച്ച് അറിയാത്തവരില്ല. വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മാമ്പഴം എന്ന കവിത എഴുതാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അനുജൻ, ഈ മരിച്ചുപോയ അനുജൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നപ്പോൾ എഴുതിയ കവിതയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാമ്പഴം പറക്കാൻ പോയപ്പോൾ അമ്മ ശകാരിച്ചു മകനെ. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കൊണ്ടുവൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് മകൻ പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ വൈലോപ്പിള്ളി വരച്ചു കാട്ടാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കുട്ടികളെ അലോസരപ്പെടുത്തരുത്. കാരണം ഈ മകൻ പിണങ്ങി ഇനി ഞാൻ മാമ്പഴം പെറുക്കാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത മാമ്പഴക്കാലമാകുമ്പോഴേക്കും ഈ മകൻ മരിച്ചുപോയി. അപ്പോൾ ഓരോ മാമ്പഴക്കാലം വരുമ്പോഴും ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീര് ഉതിരുകയാണ്. നമുക്കറിയാം. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ കുട്ടികളെ വഴക്ക് പറയാറുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒഴിവാകണം. ആ കുഞ്ഞു മനസ്സുകളെ, പിഞ്ചു മനസ്സുകളെ നമ്മൾ നോവിക്കാൻ പാടില്ല എന്നാണ് വൈലോപ്പിള്ളി മാമ്പഴത്തിലൂടെ വരച്ചിടുന്നത്. ഈ ഒരു നല്ല ചിന്തയോടെ, അതായത് കുഞ്ഞു മനസ്സുകളെ നുള്ളി നോവിക്കാതെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം എന്നൊരു നല്ല ചിന്തയോടെ ഈ ഓണക്കാലത്ത് അവർക്ക് തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ പാറി നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.